നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കം. എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് ക്ഷീരസംഗമം വല്ലച്ചിറ ക്ഷീരഗ്രാമം 2024-25 ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ സന്ദേശം നൽകി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരമായി. നിരവധി വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കമായി. എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഐവറി ബുക്സ് അവാർഡ് സംവിധായകൻ സത്യൻ അന്തിക്കാട് KS ചിത്രയ്ക്ക് അവാർഡ് സമ്മാനിച്ചു. അറിവിന്റെ അതിർത്തികൾ വികസിക്കുമ്പോൾ ശുദ്ധിക്കും ശാശ്വത സങ്കല്പങ്ങൾക്കും സ്ഥാനമില്ലെന്ന് ആനന്ദ് പറഞ്ഞു. ശാശ്വതത്തിൻ്റെയും പേരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും പോലെ എവിടെയാണ് ഈ ശുദ്ധിയുള്ളത്? എവിടെയാണ് ഈ ശാശ്വതത്വം? ഇതെവിടെയെങ്കിലും പുസ്തകത്തിൽ ഉണ്ടാകണമോ? ജീവന്റെ കഥയാണ് പരിണാമം. പരിണാമം ഒരു യാത്രയാണ്. ആ പേരിൽ തന്നെ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് അവസാനിക്കില്ല. ആ യാത്രയെ പരിണാമത്തിൽ നിന്ന് ഏറ്റെടുത്ത് മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോയത് വേറൊരു യാത്രയിലൂടെയാണ്. നമുക്കതിനെ സംസ്കാരം എന്ന് വിളിക്കാം. സംസ്കാരവും ഒരു യാത്രയാണ്. യാത്ര തന്നെയാണ് കൂടുതൽ യാത്രകളിലേക്ക് പരിണാമം. ഗ്രാമോത്സവത്തിന്റെ ആദ്യ സെഷനിൽ KS ചിത്ര, ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MS കിഷൻകുമാർ എന്നിവർ ആലാപനത്തിലെ ശൈലീഭേദങ്ങൾ എന്ന വിഷയത്തിൽ സംവദിച്ചു. ഇതൊക്കെ ചെയ്തു, ഒരുപാട് ജോണറുകളൊക്കെ ചെയ്തു. എന്നാലും ഞാൻ ചിത്രചേച്ചിയോട് ചോദിക്കുകയാണ്, KS ചിത്ര അല്ലെങ്കിൽ KS ചിത്ര എന്ന കലാകാരിയെ, ചിത്ര എന്ന കലാകാരിയുടെ ശൈലിയെ വിവരിക്കാൻ ഒരു 5 മാർക്കിന്റെ ചോദ്യം ആണെങ്കിൽ ആ ഉത്തരക്കടലാസിൽ എന്തെഴുതും? എനിക്ക് മെലഡീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയിൽ നിൽക്കുമ്പോൾ മെലഡി മാത്രമേ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇന്ന് എന്ത് പാട്ടാണ് പാടുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലബ് സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കരച്ചിൽ പാട്ടായിരിക്കാം. അങ്ങനെ എന്ത് മൂഡിലുള്ള പാട്ടാണെന്നറിയില്ല. അപ്പോൾ അതനുസരിച്ച് മെൻ്റലി പ്രിപ്പയർഡായിട്ട് പോകണം. ഞാനതിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിട്ടുള്ളത് എൻ്റെ സീനിയർ സിംഗേഴ്സാണ്. എല്ലാവരും അവരൊക്കെ പാടി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരുപാട് പലതരം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പാട്ട് പാടുമ്പോഴും ആ പാട്ട് പോലെ അല്ലെങ്കിൽ ഈ പാട്ട് പോലെ എന്ന് എനിക്ക് റെഫറൻസിന് എൻ്റെ സീനിയർ സിംഗേഴ്സിൻ്റെ ജാനകിയമ്മ, സുശീലമ്മ, പി ലീല ചേച്ചി. തുടർന്ന് ഗായകൻ ഷഹബാസ് അമന്റെ സംഗീത പരിപാടി അരങ്ങേറി. ആനന്ദിന്റെ ഒടുവിൽ പുസ്തകങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ആര്യ ദിനേശിന്റെ ഗുൽമോഹർ ആൻഡ് ദി ബീസ്,
എൻ രാധാകൃഷ്ണൻ നായരുടെ സംഗീതാരൂഢം, രാംമോഹൻ പാലിയത്തിന്റെ സസ്യബുക്ക്, മാംസബുക്ക്, ഫേസ്ബുക്ക്, വെബിനിവേശം ഭാഗം 2 എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ഗ്രാമോത്സവം ഭാരവാഹികളായ ഡോക്ടർ സി വി കൃഷ്ണൻ, വേണുഗോപാലമേനോൻ, അഷ്ടവൈദ്യൻ ഇ ടി നീലകണ്ഠൻ മൂസ്, ഡോക്ടർ അജയകുമാർ, കെ രാജീവ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് ക്ഷീരസംഗമം വല്ലച്ചിറ ക്ഷീരഗ്രാമം 2024-25 ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ സന്ദേശം നൽകി. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ, ചേർപ്പ് ക്ഷീരവികസന ഓഫീസിലെ ഉദ്യോഗസ്ഥർ, ക്ഷീരവികസന ഓഫീസർ സെറിൻ പി ജോർജ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ വി സി മഹേഷ്, വീണ രാജൻ, ക്ഷീരസംഘം ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ തെനഹ തിരുനാളിനോടനുബന്ധിച്ച് കൂട് തുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരമായി. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് ലതീഞ്ഞ്, ആഘോഷമായ പാട്ടുകുർബാന, തിരുഹൃദയ നൊവേന, ദനഹ പ്രാർത്ഥന എന്നിവയും നടന്നു. തിരുസ്വരൂപം എഴുന്നള്ളിപ്പിലും പിണ്ടിത്തിരി തെളിയിക്കലിലും 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ഇടവകയിലെ വൈദികരായ ഫാദർ ജോൺസൺ അരിമ്പൂർ, ഫാദർ ജിജോ വള്ളുപ്പാറ, ഫാദർ ജിയോ തെക്കിനിയത്ത്, ഫാദർ ലിയോ പുത്തൂർ, ഫാദർ ആൽവിൻ ആലുക്കൽ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു തിരുക്കർമ്മങ്ങൾ. ഞായറാഴ്ചയാണ് ദനഹ തിരുനാൾ. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവം 3ാം ദിവസം പിന്നിട്ടു. 3ാം ദിവസം നടന്ന സംഗീതോത്സവത്തിൽ ആലില മുരളിയുടെ സംഗീത കച്ചേരിയും തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം ജയചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയും ചാലക്കുടി ശ്രീയാശ്രുതിയുടെ സംഗീത കച്ചേരിയും അരങ്ങേറി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ കായികമേള പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവി പതാക ഉയർത്തിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. രവീണ അംബരീഷ്, ഇ കെ രാഗി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കായിക ഇനങ്ങളിൽ 4 ഗ്രൂപ്പുകളിലായി വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ 2ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധം DCC അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ 2ാം വാർഡിലെ ഒരു റോഡും പണി ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്ത് മെമ്പറെ പഴിചാരണം. പഞ്ചായത്ത് മെമ്പർ പ്രവർത്തിച്ചില്ല എന്ന് പറയണം. UDF പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടാണ് ഈ റോഡ് വരാത്തത് എന്ന് ജനങ്ങളോട് പറയാൻ, അങ്ങനെ പറയുന്നതിന് വേണ്ടി മാത്രം 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡ് മനഃപൂർവ്വം പണിയാതെ നിൽക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞങ്ങളൊരു സൂചനാ സമരവുമായാണ് കടന്നു വന്നിട്ടുള്ളത്. ഈ സമരം കണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും നടപടി സ്വീകരിച്ച് റോഡ് പണി അടിയന്തരമായി നടത്താൻ തയ്യാറായില്ലെങ്കിൽ നാളുകളിൽ ഈ സമരത്തിന്റെ സ്വഭാവവും ഗതിയും മാറും. ഈ സമരം പഞ്ചായത്ത് തലത്തിൽ വ്യാപിപ്പിക്കും. പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. VS കേരളീയൻ റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കുക, RK റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക, ചേറ്റുവ കടവ് പടന്ന തീരദേശ റോഡ് റീടാറിംഗ് നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഏങ്ങണ്ടിയൂർ 2ാം വാർഡ്
കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഘോഷ് തുഷാര, അക്ബർ ചേറ്റുവ, ES ഹുസൈൻ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖി ആറത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. തിരുനാളിനെത്തിയവർക്കെല്ലാം പനിനീർ പുഷ്പങ്ങൾ പ്രസാദമായി നൽകുന്ന ഒരു ദേവാലയം. വർണ്ണവസന്തവും നറുമണവും പകരുന്ന കാഴ്ചകളാണ് തൃശൂർ എറവിലുള്ള കപ്പൽ മാതൃകയിലുള്ള പള്ളിയിൽ കാണാനാവുക. കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്നെത്തിച്ച 10,000-ൽ പരം വർണ്ണവൈവിധ്യങ്ങളിലുള്ള പൂക്കളാണ് പതിവ് പോലെ ഇത്തവണയും തിരുനാളിന് വിതരണം ചെയ്തത്. കടും ചുവപ്പ്, വെള്ള, റോസ്, കുങ്കുമം, ഇളം മഞ്ഞ, പിങ്ക്, ബേബി പിങ്ക്, കടും മഞ്ഞ തുടങ്ങി 9 നിറങ്ങളിലുള്ള ആയിരക്കണക്കിന് പൂക്കൾ. നാനാജാതി മതസ്ഥരായ വിശ്വാസികളെ കാത്ത ഈ പൂക്കളുമായി ഒരു കൂട്ടം അമ്മമാർ പള്ളിക്കവാടത്തിൽ കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് എറവ് കപ്പൽ പള്ളിക്ക് മുൻപിൽ. ഈ കാഴ്ച എല്ലാ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് കാണാം. തിരുനാൾ ദിനത്തിന് മുന്നോടിയായി നടക്കുന്ന പൂപ്രസാദം വാങ്ങാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് വരെ ആളുകളെത്തും. സെയിന്റ് തെരേസസ് കപ്പൽ പള്ളിയിലെ തിരുനാളാണ് ആചാരരീതികളിൽ വർണ്ണവൈവിധ്യം നിലനിർത്തുന്നത്. ഇവിടെ പ്രസാദമായി നൽകുന്നത് ആശീർവദിച്ച റോസാപ്പൂക്കളാണ്. പുഷ്പകിരീടം ശിരസിൽ ധരിച്ച മെഴുകുതിരിനാളങ്ങളുടെ പ്രഭയിൽ സ്നേഹസമ്മാനങ്ങളുമായി അൾത്താരയുടെ മുൻപിൽ അണിനിരന്ന പ്രസുതേന്തിമാരെ ആശീർവദിച്ച ചടങ്ങിനു ശേഷം എല്ലാ വിശ്വാസികളും റോസാപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് റോസാപ്പൂക്കളുടെ ആശീർവാദ കർമ്മം നടത്തി. പരിസരമാകെ പനിനീർ പൂക്കളുടെ വശ്യഗന്ധം ഈ സമയം നിറഞ്ഞു. തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കപ്പൽ പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ജോളി ആൻഡ്രൂസ് മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരായി. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. സ്നേഹമുള്ളവരെ, പ്രസിദ്ധമായ കപ്പൽ പള്ളിയുടെ റോസാപ്പൂ തിരുനാൾ ആരംഭിക്കുകയാണ്. കൊച്ചുരസ്യ പുണ്യവതി സ്വർഗത്തിൽ നിന്ന് റോസാപുഷ്പങ്ങൾ വർഷിക്കുന്ന വിശുദ്ധയാണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂരിലെ കപ്പൽ പള്ളി അരിമ്പൂര് ദേശത്തെ പ്രസിദ്ധമായ കൊച്ചുത്രേസ്യയുടെ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ പുണ്യവതിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ റോസാപ്പൂ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ വന്ന് അത് വാങ്ങിക്കൊണ്ടുപോയി ഒരു വർഷം മുഴുവൻ വീടുകളിൽ കാത്തു സൂക്ഷിച്ച് നേർച്ചയായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളുമായി ഈ തിരുനാളോട് ആചരിക്കപ്പെടുമ്പോൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കപ്പൽ പള്ളി തൃശ്ശൂരിലെ, കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു കപ്പൽ മാതൃകയിലുള്ള പള്ളിയാണ്. ഈ തിരുനാളിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പിള്ളിൽ വീട്ടിൽ 30 വയസ്സുള്ള ഗണേഷ്, ഭാര്യ 29 വയസ്സുള്ള ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. കാലിന് സാരമായി പരിക്കേറ്റ ചിത്രയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിൽ മഞ്ഞ വെളിച്ചം പ്രകാശിച്ചതിനെ തുടർന്ന് നിർത്താനൊരുങ്ങിയ ബൈക്കിന് പുറകിൽ കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ 30 മീറ്ററോളം ബൈക്ക് തെറിച്ചുപോയി. കണ്ണൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് കാർ ഓടിച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എടമുട്ടത്ത് യുവാവിന് കത്തിക്കുത്തേറ്റ് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്ത് ഭരതന്റെ മകൻ 31 വയസ്സുള്ള അഖിലിനാണ് കുത്തേറ്റത്. എടമുട്ടം സെന്ററിന് പടിഞ്ഞാറ് സൊസൈറ്റിക്കടുത്ത് വെച്ച് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വിവേകാനന്ദ ആംബുലൻസ് പ്രവർത്തകർ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് സാരമായതിനാൽ ഇവിടെ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകും. കുടുംബവഴക്കാണ് കത്തിക്കുത്തിന് കാരണമെന്ന് പറയുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദീപ് പോലീസ് കസ്റ്റഡിയിലാണ്. വടക്കാഞ്ചേരി 1-ാം കല്ല് സെന്ററിൽ ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ വയോധിക മരിച്ചു. 1-ാം കല്ല് സ്വദേശി പുതുവീട്ടിൽ 70 വയസ്സുള്ള നബീസയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെ മരിച്ചത്. ഇന്നലെ രാവിലെ 8 മണിക്കായിരുന്നു അപകടം. കാലിന് മുകളിലൂടെ ബസിന്റെ ടയർ കയറിയിറങ്ങി ഗുരുതര പരിക്കേറ്റ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന് തുടക്കം. എഴുത്തുകാരൻ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് ക്ഷീരസംഗമം വല്ലച്ചിറ ക്ഷീരഗ്രാമം 2024-25 ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ സന്ദേശം നൽകി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ദരഹ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരമായി. നിരവധി വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.